FCRA വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹൈബി ഈഡൻ MP സുരേഷ് ഗോപി MP-യെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് പാർലമെന്റിൽ വന്ന് സിനിമാ ഡയലോഗ് പറഞ്ഞു പോകുന്നതല്ലാതെ സുരേഷ് ഗോപി MP-യെക്കുറിച്ച് അങ്ങേർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ചും ധാരണയുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? അല്ല, അതിൽ ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ഹൈബീഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് തോന്നുന്ന പാർലമെന്റ് അംഗങ്ങളെ കുറിച്ച് എനിക്കറിയാം. ഞാൻ പാർലമെന്റ് പലപ്പോഴും കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ പാർലമെന്റിൽ എത്തുന്ന കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ആരും പാർലമെന്റിൽ വാതുറക്കുന്നത് കോട്ടുവായിടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവരാരും സംസാരിക്കാറില്ല. കേരളത്തിൻ്റെ ഒരു വിഷയങ്ങളും ഇവർ പാർലമെന്റിൽ അവതരിപ്പിക്കാറില്ല. ഇല്ല എന്ന് മാത്രമല്ല, പാർലമെന്റ് സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഉടനെ തന്നെ പുറത്തേക്കിറങ്ങുകയാണ്. അവിടെ പുൽത്തകിടിയുണ്ട്. ആ പുൽത്തകിടിയിലൂടെയുള്ള കേരളത്തിൽ നിന്നുള്ള 19-20 MP-മാരെ ഇവർ ഒന്നിച്ചു കൂടിയിട്ട് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് മലയാളത്തിൽ സംസാരിക്കുന്നു. കാരണം കേരളത്തിൽ നിന്ന് അവിടെ സംസാരിക്കുന്ന മഹാപണ്ഡിതനായിരിക്കുന്ന ആളെ A. റഹീമാണ്, A. റഹീമാണ്. ആ റഹീമിന്റെ ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും നിശ്ചയമുണ്ട്. റഹീമിന്റെ മാത്രമല്ല, പണ്ട് ശ്രീമതി ടീച്ചർ സംസാരിച്ചിരുന്നു. ശശി തരൂർ ഒഴിച്ചുള്ള ഒരാൾക്കും കൃത്യമായിട്ടൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യൻ പാർലമെന്റിലെ സിസ്റ്റം. അതാണ് സത്യത്തിൽ ഇവർക്ക് മനസ്സിലാവും. ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മതി, ഇവർ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇന്നസെന്റ് പണ്ട് അങ്ങനെ ചെയ്തേ, ഇവർ മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ഒഴിച്ചുള്ള ഒരൊറ്റ MP-മാരും കേരളത്തിൽ അവർ വിഷയങ്ങൾ അവതരിപ്പിക്കാറില്ല. വേണമെങ്കിൽ ഒരു എക്സംഷൻ പറയാവുന്നത് പ്രേമേന്ദ്രനെ കുറിച്ച് മാത്രമാണ്. ബാക്കി ആരും അവതരിപ്പിക്കാറില്ല. അവിടെ ലീഗിൻ്റെയൊക്കെ ചില 1-2 MP-മാരൊക്കെ ഉണ്ട്. അവിടെ പോയിരുന്ന് ഉറങ്ങാൻ വേണ്ടി പോണതാ. നല്ല എയർ കണ്ടീഷൻ ഹാളാണല്ലോ, അതിൽ പോയിരുന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്ന ആളുകൾ ഒഴിച്ച് ഇവരൊന്നും പറയാറില്ല. ഞാൻ വേറൊന്ന് പറയട്ടെ. ഇപ്പം ഹൈബീഡിന് ഇത് ഈ മുനമ്പം എന്ന് പറയുന്ന നാടുണ്ട്. ഈ മുനമ്പത്തെ 610 വീട്ടുകാരാണ് ഒഴിപ്പിക്കേണ്ടി വന്നത്. ഒഴിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് കൊടുത്തത്. ഈ വഖഫിൻ്റെ നിയമം കൊണ്ടുവന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് 1954. അതിന് ഫസ്റ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, നരസിംഹറാവുണ്. സെക്കൻഡ് അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, മൻമോഹൻ സിംഗ് ആണ് കൊണ്ടുവന്നത്. ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നതിന് ശേഷമാണ് വഖഫ് ബോർഡ് സ്വയം തീരുമാനിക്കുന്നു പ്രോപ്പർട്ടി അവരുടെയാണെന്ന്. അങ്ങനെ അവർ തീരുമാനിച്ച് ഒരു കാലത്ത് രാജാവിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടിയിട്ടുള്ള ഭൂമി ഫറൂഖ് കോളേജിന് കൊടുക്കുകയും ഫറൂഖ് കോളേജ് അത് ഇവർക്ക് വിലയ്ക്ക് 610 വീട്ടുകാർക്ക് വിലയ്ക്ക് വിൽക്കുകയും ഒരേ സമയം വിലയ്ക്ക് വിൽക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറയുകയും ചെയ്തു. ഇതറിയാൻ പാടില്ലാത്ത ആളായിരുന്നു ഹൈബീഡൻ. എനിക്ക് ചോദിക്കാൻ അറിയാവുന്നത്, എൻ്റെ സംശയമുള്ളത്, ഹൈബീഡൻ അറിയാൻ പാടില്ലായിരുന്നു വഖഫ് ബോർഡിൻ്റെ ഭൂമി ഈ ഭൂമി അവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ഒഴിപ്പിക്കുന്ന അറിയാമായിരുന്നല്ലോ. ഹൈബീഡിന് മാത്രമല്ലല്ലോ, അവിടെയുള്ള MLA-ക്ക് അറിയാമായിരുന്നല്ലോ, ക്രൈസ്തവ സഭയുടെ ബിഷപ്പുമാർക്ക് അറിയാമായിരുന്നല്ലോ. ഇവരാരും മിണ്ടിയില്ലല്ലോ. ഇവരാരും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും ഒരേ സമയത്ത് ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊണ്ട്, അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ധരിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ കൊണ്ട്, അവരെ കൊണ്ടടക്കം ഈ വഖഫ് ബോർഡിന് അനുകൂലമായുള്ള രീതിയിൽ അവരെ കൊണ്ടുപോലും പ്രവർത്തിപ്പിക്കാൻ തയ്യാറായത് ഇവരുടെ മിടുക്കല്ലേ. അപ്പം അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരാളാണ് എറണാകുളത്തിൻ്റെ MP. അത് എറണാകുളം MP മാത്രമല്ല, എറണാകുളം MP എങ്ങനെയാണ്, നമ്മുടെ ആലപ്പുഴ MP എങ്ങനെയാണ്, തൃശ്ശൂരിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന MP അങ്ങനെയായിരുന്നു, പാലക്കാട് MP അങ്ങനെയാണ്. ഈ പറയുന്ന MP-മാരാരും അവരുടെ വിഷയങ്ങൾ, ആ നാടിൻ്റെ വിഷയങ്ങൾ അവരുന്നയിക്കാറില്ല. നമ്മൾ പാർലമെന്റിൽ കാണുന്ന പലപ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, പറയാൻ അറിയുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് അവിടെ പറഞ്ഞാൽ ഇവർ ഡെസ്കിൽ കൈകൊണ്ടടിക്കുന്ന പരിപാടിയാണ്. ഇതല്ലാതെ ഭൂരിഭാഗമായിട്ട് ഞാൻ കാണുമ്പോഴൊന്നും കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അതേസമയം സുരേഷ് ഗോപി വന്നതിന് ശേഷം മാറ്റമുണ്ട്. സുരേഷ് ഗോപി MP വരുന്നു, അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം, അതായത് മകൾ ലക്ഷ്മിയുടെ ഇതിലുള്ള സംഘടനയിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ട് ആദിവാസികൾക്ക് പോലും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുപോലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് അങ്ങ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള MP-മാർ. അപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NDA-യോടുള്ള വിരോധം പ്ലസ് സുരേഷ് ഗോപി ഷൈൻ ചെയ്യുന്നതിനോടുള്ള വിരോധം എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം ഇപ്പൊ ഇവര് ഈ പറയുന്ന വിദേശ ഫണ്ടിങ്ങിന്റെ പ്രശ്നം ഇവിടെ ആരെയാ ബാധിക്കുന്നത്? ആരെയൊക്കെയാ ബാധിക്കുന്നത്? ഇവിടെ അമൃതാനന്ദമയെ ബാധിക്കില്ലേ? ഇവിടെ മറ്റേ ഇതിന്റെ കോയമ്പത്തൂരിലെ ഇദ്ദേഹത്തിനെ ബാധിക്കുന്നില്ലേ? ഈശ ഫൗണ്ടേഷനെ ബാധിക്കുന്നില്ലേ? അതേപോലെ തന്നെ മറ്റു നിരവധി പ്രസ്ഥാനങ്ങളെ, ഹൈന്ദവ പ്രസ്ഥാനങ്ങളെയും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും എല്ലാത്തിനെയും ബാധിക്കും. പക്ഷേ ഇവർ ഈ സമയത്ത് എല്ലാ വർഷവും എല്ലാ ടൈമിലും ഇലക്ഷൻ്റെ സമയത്ത് ഏതെങ്കിലും വിഷയം ടേക്കപ്പ് ചെയ്യും.
ലോക്കൽ ബോഡി ഇലക്ഷൻ മണിപ്പൂരായിരുന്നു വിഷയം. ഇപ്പോൾ അവർ അത് മറ്റേ വിദേശ ഫണ്ടിങ്ങിനെ സംബന്ധിച്ചായി. ഇവർക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം, കേരളത്തിലെ ഹൈബിയുടെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ധരിക്കുന്നത് ഇവിടെയുള്ള ബിഷപ്പുമാരും അതേപോലെ തന്നെയുള്ള ക്രൈസ്തവ ദേവാലയങ്ങളും നടത്തുന്നത് വിദേശ ഫണ്ട് കൊണ്ടാണെന്ന് ഇവർ ധരിക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. വിദേശ ഫണ്ട് അവരുടെ പല വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അവർക്ക് നിരവധി വരുമാനം കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ സാധാരണക്കാരൻ്റെ പണം കൊണ്ടാണ് ഇവിടെ പള്ളികൾ നടക്കുന്നത്. അത് വിദേശ പണം കൊണ്ടൊന്നുമല്ല. അങ്ങനെ വിദേശ പണം കൊണ്ട് അനധികൃതമായിട്ട് വരുന്ന വിദേശ ഫണ്ടിങ്ങിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട ഈ ബില്ല് വന്നത് 6 മാസത്തിന് മുമ്പ് ഇതിനു മുമ്പായിട്ട് വന്നേ. അന്ന് കേരളത്തിൽ പാർലമെന്റ് മെമ്പർ ഉണ്ടായിരുന്നില്ലേ? കേരളത്തിൽ മറ്റ് എം പിമാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇവരാരും വാ തുറന്നില്ലല്ലോ. ഇവർ ഈ ഏകദേശം ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ നിയമം പോലെ തന്നെയാണ്. ഇവരാരും മിണ്ടിയില്ലല്ലോ. ഇവർ ഈ സാധനം തെരഞ്ഞെടുപ്പ് വരയ്ക്കും വച്ചുകൊണ്ടിരുന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായിട്ട് സുരേഷ് ഗോപിക്കെതിരായിട്ടും ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു സംഗതിയാണത്. സ്വാഭാവികമായും ഈ സമയത്ത് സുരേഷ് ഗോപിയെ പറയുമ്പോൾ ഇന്ത്യയെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു വലിയ ബൂമിംഗ് നടക്കുന്ന സമയമാണ് എൻ ഡി എക്ക് തൃശ്ശൂരിൽ നിന്നൊരു MLA പ്രതീക്ഷിക്കുന്നുണ്ട് എൻ ഡി എ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വിഘാതമാവുക എന്നുള്ളത് മാത്രമായിരിക്കുമോ ഇതിൻ്റെ പിന്നിലുള്ളത്? അതിന് മാത്രമായിരിക്കില്ല. ഇത് പൊതുവായിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നീക്കമാണ്. സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നാൽ എൻ ഡി എക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നീക്കമാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ല, വിദേശ ഫണ്ടിങ് വരുന്ന സമയത്ത് മാതാമൃതാനന്ദമയ്ക്ക് വരുന്നുണ്ട്, ഈശ ഫൗണ്ടേഷൻ വരുന്നുണ്ട്, അതുപോലെ നിരവധി ഹരേഷ പ്രസ്ഥാനങ്ങൾക്ക് വരുന്നുണ്ട്. ഇതിനകത്തൊന്നും ഹൈബിയിടനോ അല്ലെങ്കിൽ കോൺഗ്രസിന് എം പിമാർക്കൊന്നും വേവലാതിയില്ലല്ലോ. അവർക്ക് വേവലാതിയുള്ളത് അവർക്ക് താല്പര്യമുള്ള ചില ക്രൈസ്തവ സഭകൾക്ക്, ഞാനത് അടിവരയിട്ട് പറയാണ്, ചില ക്രൈസ്തവ സഭകൾക്ക് അവർക്ക് വരുന്ന ഫണ്ടിങ്ങിനെ നിയന്ത്രിച്ചാലോ എന്നുള്ള ആശങ്കയാണ് അവരെ സംബന്ധിച്ചുള്ളത്. അത് സാധാരണ ക്രിസ്ത്യാനിയുടെ പ്രശ്നമൊന്നും അവരുടെ പ്രശ്നമല്ല. ആ ആശങ്ക എന്ന് പറയുന്നത് സത്യത്തിൽ കള്ളപ്പണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഒരു സംശയമില്ല. പഴയകാലത്ത് മൻമോഹൻ സിംഗിന്റെ പറഞ്ഞല്ലോ, ഒരു നാടിന്റെ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ ഒരു പാരലൽ സംവിധാനം കൂടി വേണമെന്നാ പറഞ്ഞേ. ഇവിടെ കോൺഗ്രസ്സുകാരൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, ഹൈബിയുടെ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, ഇവിടെയുള്ള പാർലമെന്റ് അംഗങ്ങളിൽ പലരും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ഒരു സമാന്തരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ഉണ്ടാവണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് കള്ളപ്പണം വെച്ചിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ്. ഈ കള്ളപ്പണത്തെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന അങ്ങനെയാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ബില്ല്. ഈ ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വന്നോട്ടെ, ആ ഫണ്ട് കണക്ക് വയ്ക്കുക. എന്താ കണക്ക് വയ്ക്കാത്തത്? ഈ കണക്ക് വയ്ക്കുന്ന സമയത്ത് കണക്ക് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ക്രിസ്ത്യാനികൾക്കെതിരാണ്, ക്രൈസ്തവ സഭയ്ക്കെതിരാണ്. സഭയ്ക്കെതിരാന്നല്ലേ പറയുന്നുള്ളൂ, ക്രിസ്ത്യാനിക്കെതിരല്ലല്ലോ. ഇതിനകത്തുനിന്ന് 10 നയാ പൈസ ഇവിടെയുള്ള സാധാരണ ക്രിസ്ത്യാനിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. 10 പൈസ സാധാരണ ക്രിസ്ത്യാനിക്ക് കിട്ടുന്നില്ല. മറിച്ച് കിട്ടുന്നത് ക്രൈസ്തവ സഭയിൽ ഇവർക്ക് വേണ്ടപ്പെട്ട, കോൺഗ്രസിന് വേണ്ടപ്പെട്ട, പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടപ്പെട്ട, അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വഖഫ് ബോർഡിന്റെ നിയമത്തിലടക്കം അവരുടെ കൂടെ നിന്ന് ചില ആളുകളുണ്ട്. ഈ കൂടെ നിന്ന ചില ആളുകളെ സംരക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇതിനകത്ത് ഒരു യാതൊരു തരത്തിലും ക്രിസ്ത്യാനിയെ ബാധിക്കുന്നില്ല. അത് ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് ഇതുകൊണ്ട് 10 നയാ പൈസ കിട്ടുന്നില്ല. അവന് കിട്ടുന്നത് എവിടെ നിന്ന് കിട്ടുക? മറിച്ച് സമ്പന്നന്മാരായിരിക്കുന്ന ചില സഭാളുകൾക്ക് കിട്ടുന്നുണ്ട്. അവരിൽ നിന്ന് ഇവരും പണം വാങ്ങിക്കുന്നുണ്ട്. ഈ പറയുന്ന പാർലമെന്റ് അംഗങ്ങളിൽ പലരും ഇവരെ പിന്താങ്ങുന്നവരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, 4 N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.